നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ആർക്കും താനൊരു ദ്രോഹവും ചെയ്യാറില്ല, എന്നാൽ എപ്പോഴും ശത്രുക്കളുടെ ഒളിയമ്പുകൾ തൻ്റെ നേർക്ക് നീളുന്നു. നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ തടസ്സം അനുഭവിക്കുന്ന ഒരാളാണോ? ശത്രുശല്യം നിങ്ങൾക്കുണ്ടോ? കുടുംബജീവിതം പരാജയത്തിലേക്ക് പോകുന്നുവോ? അതല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ നാശം വിതയ്ക്കുന്ന ഏതെങ്കിലും ഒരു ശത്രു നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ വിജയത്തിന് കുടുംബത്തിൽ തന്നെ എതിരുണ്ടോ? ഭയക്കണ്ട, എന്തിനേയും അതിജീവിക്കാൻ കഴിയുന്ന ചില ശക്തികളുണ്ട്. ആ ശക്തികൾ നിങ്ങളെ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും മാറ്റിമറിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ഉറപ്പായും നിങ്ങളുടെ ജീവിതം മാറിമറിയും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകും. ചില ശക്തികളുടെ പിൻബലത്തിൽ എത്ര വലിയ കടുത്ത നാശത്തെയും അതിജീവിക്കാൻ കഴിയും. അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. മരുന്നും മന്ത്രവും യന്ത്രവും കൊണ്ടുള്ള പ്രയോഗങ്ങൾ ഒട്ടനവധിയാണ്. മനക്കരുത്തുകൊണ്ട് ആഭിചാരദോഷം നീക്കുന്ന മാന്ത്രിക പ്രയോഗങ്ങളുമുണ്ട്. ഇവർക്ക് എത്ര വലിയ പ്രശ്നമാണെങ്കിലും അതൊക്കെ നിഷ്പ്രയാസം മാറ്റുവാൻ സാധിക്കും. വളരെ നിഷ്പ്രയാസം അവരുടെ എന്തു വലിയ പ്രശ്നത്തെയും മാറ്റിയെടുക്കുവാൻ സാധിക്കും. അത്രയേറെ പവർഫുള്ളായ പല ശക്തികളും ഉണ്ട് എന്നതാണ് വാസ്തവം. നിങ്ങളെ വലിയൊരു പ്രശ്നത്തിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ആ പ്രശ്നങ്ങളൊക്കെ മാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായും ആ പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ട് എങ്കിൽ തീർച്ചയായും അത് മാറ്റിയെടുക്കണം. ചില ഉപാസന കൊണ്ട് അത് നിഷ്പ്രയാസം മാറ്റാവുന്നതാണ്. ചില ആരാധന, ഭദ്രകാളി പ്രീതിപ്പെടുത്തൽ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ സകല സങ്കടങ്ങളെയും മാറ്റി നിർത്തി നമുക്ക് ഒരുപാട് ഉയർച്ചയിലേക്ക് പോകുവാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ചില നക്ഷത്ര ജാതകർക്ക് വളരെ മോശമായ സമയമാണ്. വളരെ മോശം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ പല നടക്കാത്ത കാര്യങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നു. അവരെ സംബന്ധിച്ച് ഒരുപാട് ദുഃഖങ്ങളിലൂടെ കഴിയുന്നവരാണ് ഇവർ. എന്നാൽ ഒരുപാട് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് ഇവർ. ആ മാറ്റങ്ങൾ ഇവരിൽ വന്നു ചേരണം. അപ്പോൾ ഇവർ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ആ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുക വഴി ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കും. എല്ലാ രീതിയിലും ഈ നക്ഷത്ര ജാതകർ നേട്ടത്തിലേക്ക് പോകും. അതാണ് ഞാൻ പറഞ്ഞത്, ചില കാര്യങ്ങൾ ചെയ്യാൻ ഈ നക്ഷത്ര ജാതകർ മടികാട്ടരുത്. ഇനി ഇവരുടെ ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ്. ചില ദൈവീകമായിട്ടുള്ള ശക്തികൾ കൊണ്ട് മാത്രമാണ് ഇവർക്ക് ഇത്രയും നാളെങ്കിലും പിടിച്ചു നിൽക്കുവാൻ സാധിച്ചത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ചില നക്ഷത്ര ജാതകരുടെ ഇപ്പോഴത്തെ സമയവും അവർ ചെയ്യേണ്ട, അവരുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാകുന്ന നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ ഇവർ ചെയ്യേണ്ട പരിഹാരങ്ങളും ഒക്കെയും. ജീവിതത്തിൽ ഒട്ടേറെ ഭാഗ്യത്തിലേക്ക് കടക്കണം ഈ നക്ഷത്ര ജാതകർ. മനസ്സ് വെച്ചാൽ ഇവർക്ക് സാധിക്കുവാൻ കഴിയും. അതൊക്കെ ആ ഭാഗ്യ നക്ഷത്ര ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരി അമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായിനിയും ത്രിപുരസുന്ദരിയും പ്രളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിയായ അമ്മയിൽ നിന്നും, മുത്തുമാരി അമ്മയിൽ നിന്നും നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കും. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. പ്രത്യേകിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് എഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഒരുപാട് വരും. ഭദ്രയെ നമ്മൾ ധ്യാനിക്കുക, ആരാധിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വരുമ്പോൾ ആ പ്രതിസന്ധികളെ ഒക്കെ മാറ്റിമറിക്കുവാൻ അമ്മയ്ക്ക് തീർച്ചയായും സാധ്യമാകും. അമ്മ വിചാരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. ചിലരുടെ ചെയ്വനകൾ, ചില ആഭിചാരദോഷങ്ങൾ, ചില കണ്ണേറുകൾ, അതല്ലെങ്കിൽ ഒരു ശത്രുശല്യം, ചിലപ്പോൾ സ്വന്തം കുടുംബത്തിൽ തന്നെ നിങ്ങൾക്കൊരു ശത്രു ഉണ്ടാകാം. നിങ്ങളുടെ നന്മ ആഗ്രഹിക്കാത്ത, നിങ്ങളുടെ വളർച്ച ആഗ്രഹിക്കാത്ത ഒരു ശത്രു നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാകാം.
കാരണങ്ങളൊന്നും വേണ്ട, പക്ഷെ നിങ്ങൾ രക്ഷപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു ശത്രു, അതൊക്കെ മാറണം. നമുക്ക് തിരിച്ചൊന്നും ആർക്കും ചെയ്യേണ്ട, പക്ഷെ നമുക്കൊരുപാട് മാറ്റങ്ങൾ വരണം. ഇന്നീ പറയുന്ന നക്ഷത്ര ജാതകർക്ക് ഒരു നല്ല സമയമാണ്. പക്ഷേ എന്തുകൊണ്ടോ അവരുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നില്ല. ഇന്ന് ജനുവരി മാസം 8-ാം തീയതി ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരു നല്ല സമയം വന്നു ചേർന്നിരിക്കുന്നു. അതായത് ഭാഗ്യദിനങ്ങളാണ് ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. ഇവർ ദേവിയെ ഉപാസിക്കണം. ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറണം. ഒരു വലിയ വീട് വാങ്ങുവാൻ അല്ലെങ്കിൽ വസ്തുവകകൾ വാങ്ങുവാൻ കഷ്ടതകളൊക്കെ മാറി ഒരുപാട് നല്ല യോഗങ്ങൾ ഇവർക്ക് വന്നു ചേരേണ്ട സമയമാണ്. എല്ലാ കാര്യങ്ങളും ഇവരെ സംബന്ധിച്ച് നടക്കും. ഭാഗ്യം ഒരുപാട് വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകേണ്ട നക്ഷത്രജാതകർ തന്നെയാണ് ഈ പറയുന്ന നക്ഷത്രജാതകരൊക്കെയും. അതിൽ ഏറ്റവും അധികം ഇപ്പോൾ കടുത്ത പ്രശ്നത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നക്ഷത്രജാതകർ പുണർത്തവും പൂയവും ആയില്യവുമാണ്. ഇവരെ സംബന്ധിച്ച് ഒരുപാട് തടസ്സങ്ങളാണ്. ഇവരായി ഒരു ദോഷവും ആർക്കും ചെയ്യാറില്ല. പക്ഷേ ഇവർക്ക് ധാരാളം ശത്രുക്കളുണ്ട്. അവർക്കു തന്നെ അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്തോ ഒരു നെഗറ്റീവ് എനർജി ഇവരിൽ ഉണ്ട് എന്ന ഒരു തോന്നൽ ഇവരിലുണ്ട്. പക്ഷേ സമയം നോക്കുകയാണെങ്കിൽ പുണർത്തവും പൂയവും ആയില്യവും ഈ നക്ഷത്രജാതകർക്ക് ഇപ്പോൾ ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണ്. ഇവരുടെ തൊഴിലിൽ വിജയമുണ്ടാകേണ്ട സമയം, കച്ചവടങ്ങൾ വിജയിക്കേണ്ട സമയം, അതുപോലെ തന്നെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കേണ്ട സമയം. പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ ആ പഠിപ്പിൽ മികവിൽ ഒരുപാട് ഉയർച്ചയൊക്കെ വന്നു ചേരേണ്ട സമയമാണ്. വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വാങ്ങുവാനുള്ള ഒരു യോഗമൊക്കെ വന്നു ചേരുന്ന സമയം. വസ്തുവകകൾ വാങ്ങുവാനുള്ള യോഗം ഇവരിലുണ്ട്. ലൈഫിൽ നല്ല മാറ്റം ഇവർക്ക് വന്നു ചേരും. കാളി ക്ഷേത്ര ദർശനം നടത്തണം. കാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തണം ഈ നക്ഷത്രജാതകർ. കാളിയെ കൂട്ടുപിടിച്ചാൽ ഈ നക്ഷത്രജാതകർക്ക് നടക്കാത്തതായി ഒന്നുമില്ല. ഒന്നാമനായി തീരുവാനുള്ള എല്ലാ യോഗങ്ങളും ഈ നക്ഷത്രജാതകർക്കുണ്ട്. ആഗ്രഹം തോന്നണം, മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം തോന്നണം. എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് പഠിച്ച് വലുതാകണം, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. ആ ഒരു ആഗ്രഹം മുന്നിൽ കണ്ട് അങ്ങനെ പരിശ്രമിച്ചാൽ തീർച്ചയായും പുണർത്തത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇനി സൗഭാഗ്യത്തിൻ്റെ പെരുമഴ തന്നെ പെയ്യും. ധാരാളം ധനം വന്നു ചേരും. വലിയൊരു തുക കയ്യിൽ വരും. കടം കൊടുക്കരുത് ഈ നക്ഷത്രജാതകർ. എന്തെങ്കിലും കാര്യകാരണങ്ങൾ പറഞ്ഞ് ഒരാൾ സമീപിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അയാളെ അനുനയത്തിൽ പറഞ്ഞു വിടുക. കടം കൊടുത്താൽ തിരിച്ചു കിട്ടില്ല ഈ നക്ഷത്രജാതകർക്ക് ഇപ്പോൾ. അതുകൊണ്ട് കടം കൊടുക്കരുത്. അത് തിരികെ കെട്ടാൻ വളരെ പ്രയാസമായിരിക്കും. പുണർത്തം പൂയം ആയില്യം എന്നീ നക്ഷത്രജാതകർക്ക് ഒരുപാട് വിഷമതകളുണ്ട്, സങ്കടങ്ങളുണ്ട്. ഒത്തിരി സമൃദ്ധിയിലേക്ക് പോകണം, ഒത്തിരി സൗഭാഗ്യത്തിലേക്ക് പോകണം, ഒരുപാട് നേട്ടത്തിലേക്ക് പോകണം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടത് ദേവീക്ഷേത്രത്തിൽ, ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. കാളിക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. അതുപോലെ കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക ഈ നക്ഷത്രജാതകർ. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തമാണ്. കുടുംബത്തിൽ സന്തോഷം വന്നു ചേരും. ഇവരുടെ ബിസിനസ്സിലൊക്കെ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും. ആരെയും ശല്യപ്പെടുത്താറില്ല, ആർക്കും ഒരു ദ്രോഹവും ചെയ്യാറില്ല, ദാനധർമ്മങ്ങൾ നടത്താറുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ പലപ്പോഴും പല രീതിയിലുള്ള ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ ഇവരിൽ ഉണ്ട്. ഇവർ ആഗ്രഹിക്കുന്നതൊന്നും നടക്കാറില്ല, ആഗ്രഹിച്ചതൊന്നും ഇവർക്ക് കിട്ടിയിട്ടുമില്ല. ആഗ്രഹിച്ചതിന് വിപരീതമായിട്ടാണ് പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ വലിയൊരു മാറ്റം ഇവരിൽ വന്നു ചേരുന്നു. ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം, അവിടെ വഴിപാടുകളൊക്കെ നടത്തുക. അതുപോലെ കുടുംബക്ഷേത്രത്തിലും ദർശനമൊക്കെ നടത്തി ദോഷങ്ങളെയൊക്കെ അകറ്റണം ഈ നക്ഷത്രജാതകർ. അത്ത നക്ഷത്രജാതകർക്ക് ഇനിയുള്ള നാളുകൾ സൗഭാഗ്യത്തിൻ്റെതാണ്, നേട്ടത്തിൻ്റെതാണ്. അടുത്തത് വിശാഖമാണ്. നല്ല ഒരു സമയം വന്നു ചേരുന്ന സമയമാണ്. വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും. കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ അനുഭവിച്ച വിഷമതകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും സൗഭാഗ്യത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തുകയാണ്. വിശാഖ നക്ഷത്രജാതകരെ സംബന്ധിച്ച് വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കും. ദേവീക്ഷേത്രത്തിൽ, പ്രത്യേകിച്ച് മുത്തുമാരിയമ്മൻ കോവിലിലോ അതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിലോ കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തിയാൽ തീർച്ചയായും ഇവർക്ക് വലിയ നേട്ടം, വലിയ ഭാഗ്യം വന്നു ചേരും. അടുത്തത് പൂരാടമാണ്. നിങ്ങൾക്കൊരു പുത്രഭാഗ്യം വന്നു ചേരും. കുട്ടികൾ പിറക്കും. കുടുംബത്തിൽ സന്തോഷം വന്നു ചേരും.
ധനപരമായി ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. വ്യാപാരത്തിൽ വിജയമുണ്ടാകും, വരുമാനം വർദ്ധിക്കും, സ്വന്തമായൊരു വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നടക്കും. അതുപോലെ തന്നെ ചതയം നക്ഷത്ര ജാതകർക്കും എല്ലാം വാങ്ങുവാൻ പറ്റുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്ക് പോകാൻ കഴിയുന്ന സമയം, ഭാഗ്യസമയം. ജീവിതം മാറി മറിയുന്ന സമയം, നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുന്ന സമയം. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ഈ നക്ഷത്ര ജാതകരൊക്കെയും ചെയ്യണം. അടുത്ത നക്ഷത്രം രേവതി. ഒരു വിപരീത രാജയോഗത്തിന് സമയമാണ്. വലിയ ലാഭങ്ങൾ ഉണ്ടാകുന്ന സമയം. നല്ല ഓഫറുകളൊക്കെ വന്നു ചേരും. ചില കാര്യങ്ങൾ, ചില ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് നല്ല വിജയമുണ്ടാകുന്ന സമയമാണ്. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്ക് പോകും. ജാതകപ്രകാരം ഈ നക്ഷത്ര ജാതകർക്ക് മോശ സമയമൊന്നുമല്ല, ഭയപ്പെടേണ്ട ആവശ്യവുമില്ല. ചില കാര്യങ്ങൾ, ചില പരിഹാരങ്ങൾ ചെയ്യുക, അതുമാത്രം ചെയ്ത് മുന്നോട്ട് പോകുക. നിങ്ങളുടെ വീട്ടിൽ ഒരു പവിഴമല്ലി വാങ്ങി നടുക. വീടിൻ്റെ പ്രധാന വാതിലിന് നേർക്കായിട്ട് ഒരു പവിഴമല്ലി വാങ്ങി നടുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് തരും. അതുപോലെ തന്നെ ആകാശഗരുഡക്കിഴങ്ങ്, ഇത് വാങ്ങി, നമുക്കറിയാം പച്ചമരുന്ന് വിൽക്കുന്ന കടയിൽ കിട്ടുന്ന സാധനമാണ് ആകാശഗരുഡക്കിഴങ്ങ്. ഇത് വാങ്ങുക. ഇത് വെള്ളിയാഴ്ച ദിവസം തലയിണയുടെ അടിയിൽ വെച്ച് കിടന്നുറങ്ങുക. ദോഷങ്ങളൊക്കെ മാറും, ഒരുപാട് ഭാഗ്യത്തിലേക്ക് പോകും. അതുപോലെ ഗോമാതാവിൻ്റെ ഒരു പടം വെള്ളിയാഴ്ച ദിവസം വാങ്ങി വീട്ടിൽ പൂജാമുറിയിൽ വെച്ച് പൂജ നടത്തുക. തുളസി വഴിപാട് നടത്തുക വെള്ളിയാഴ്ച. ഇതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും കടക്കുന്ന സമയമാണ്. ഭാഗ്യത്തിൻ്റെ സമയമാണ്, നേട്ടത്തിൻ്റെ സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇനി ഒരുപാട് ഉയർച്ച വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും. ഭാഗ്യമാണ്, ഉയർച്ചയാണ്, നേട്ടമാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഇത്തരം വീഡിയോകൾ ഇഷ്ടമാകുന്നു എങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.